ഇല്ല, നടന്നോ? It happens, it's okay. ഹലോ സർ, സ്വിഗ്ഗിയാണേ. നിങ്ങളുടെ പാർസൽ വന്നല്ലോ. എവിടെ വരണം? 6th ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു മോർച്ചറി ഉണ്ട്, അവിടേക്ക് വന്നാൽ മതി. സർ, യുവർ പാർസൽ. ആഹാ, നല്ല വലിയ പീസാണല്ലോ. ഷോ, തണുത്തിരിക്കുകയാണല്ലോ മൊത്തത്തിൽ. എടാ സർ എന്താ ഇവിടെ? എടാ, പുതിയ ബാച്ച് വന്നിട്ടുണ്ടേ, അപ്പോൾ ഞാൻ ബോഡി നോക്കാൻ വന്നതാ. പക്ഷെ നല്ലൊന്നും ഇല്ലാടാ. ഇത് കൊള്ളാലോ. സഞ്ജു ചേട്ടാ, ഇതൊന്ന് നോക്കി വെച്ചോട്ടോ. എടാ, നീ എവിടെ പോയതാ? നീ പെട്ടെന്ന് ഹോസ്റ്റലിലോട്ട് വാ, ഇവിടുത്തെ കക്കൂസ് എത്തിക്കൊണ്ടിരിക്കുക. കക്കൂസാ? നീ എന്താടാ ഇന്ന് ഉച്ചക്ക് കഴിച്ചേ? എടാ മണ്ടാ, ശരിക്കും കക്കൂസ് എത്തുക. ശരിക്കും കത്തുന്നുണ്ടാ? ഇതാ ഞാൻ ഇപ്പോൾ വരാം. കൊള്ളാം. ഈ വർഷത്തെ മെഡിക്കൽ സ്റ്റുഡൻറ്റുമായി എനിക്ക് എല്ലാ വർഷവും ഒന്ന്, അത് നിർബന്ധം. പക്ഷേ ഇതൊരു സുഖമില്ലല്ലോ. സാധാരണ തൂങ്ങിച്ചാവുക, ബിൽഡിങ്ങിൽ നിന്ന് വീണ് ചാവുക, പേഷ്യൻറ്റിൻ്റെ അടി കൊണ്ട് ചാവുക. ഇതാദ്യമായിട്ടാണ് കുഴിയിൽ വീണിട്ടൊക്കെ. എടാ നിക്ക്, ഞാനും ഉണ്ട്. നീ നേരത്തെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയതല്ലേ, എന്നിട്ട് ഇപ്പോഴാണ് എത്തുന്നത്? ബസ്സൊക്കെ ഇപ്പം മാറിയതല്ലേ ഉള്ളൂ. അപ്പം ഞാൻ നേരത്തെ ചെന്നതാ. ആദ്യം പൂരിയും ബാജി എടുത്തു. അപ്പോഴപ്പത്തിൻ്റെയും മുട്ടക്കയുടെയും ക്യൂ ഉണ്ടത്. അപ്പം ഞാൻ അതും എടുത്തു. പിന്നെ ആ ചായയും കാപ്പിയും ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പം പിന്നെ ഞാൻ അതും ഒന്ന് മാറി എടുത്തു. അവസാനം എല്ലാം തിന്ന് കഴിഞ്ഞപ്പോൾ സമയമായി. ഇനി ഉച്ചയ്ക്ക് ഇനി എന്താണാവോ എന്തോ. എന്താന്നാടേ, നീ ഇത് കണ്ട? ചെക്കന്മാരൊക്കെ നല്ല പഠിത്ത. അയ്യോ ചേട്ടാ, കുറേ പഠിക്കാനുണ്ട്. എന്താ എങ്ങനെയൊന്നും അറിയില്ല. ഈ പത്തോയും മൈക്രോൺ ഫാർമക്കൊക്കെ എങ്ങനെ പഠിച്ചെടുക്കാനാ? എടാ, ഇതൊക്കെ സിമ്പിളല്ലേ. പെത്തോ, ഫാർമക്, മൈക്രോ, ഇതൊക്കെ പഠിക്കുന്നത് ഒരു കലയാ. ഈ പെത്തോ, അതിനാദ്യം ഈ ഒരു വലിയ ഷീറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ടൊരു നല്ല ബോൾ പെൻ എടുത്തിട്ട് ഗ്രോസ് എന്നിട്ട് ഇങ്ങോട്ട് എഴുതി വെക്കുക. എന്നിട്ട് കുറച്ച് വെൽ ഡിഫൈൻ, ഇച്ചിരി ഇൽ ഡിഫൈൻ, കുറച്ച് റൗണ്ട്, കുറച്ച് ഓവൽ, ഇച്ചിരി സോഫ്റ്റ്, കുറച്ച് ഫേം, ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് എഴുതി ചേർത്തിട്ട് മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ താഴെ ഇങ്ങോട്ട് എഴുതി വെക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഇൻഫിൽട്രേഷൻ, കുറച്ച് ഹെമറേജ്, കുറച്ച് കാൽസിഫിക്കേഷൻ, എന്നിട്ട് പിന്നെ മഴവില്ല ഏതെങ്കിലും ഒരു കളർ, ഇതൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങോട്ട് വെക്കുമ്പോൾ ഒരു സുഖം കിട്ടും. മൈക്രോ അതിനേക്കാൾ നിസ്സാരം. ലാബ് ഡയഗ്നോസിസ് ആണ് മെയിൻ. PCR, എലൈസ, മാഡിറ്റോഫ്, കൾച്ചർ, CB നെറ്റ് വിട്ടേക്കണോ? അപ്പോൾ അതൊന്നും പഠിക്കണ്ടേ? എടാ, വിട്ടേക്കാനല്ല, വൈറ്റക്ക്. നീ ഇതൊക്കെ എഴുതിയിട്ട് ഒരൊറ്റ തള്ളിയാൽ മതി. ഇനി ഇപ്പോൾ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ റൂമിലേക്ക് വന്നാൽ മതി, ഞാൻ അവിടെ കാണും. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അത് പറഞ്ഞപ്പോഴാണ് ഓർത്ത്. ഇന്ന് ഉച്ചക്ക് യദു സാറിൻ്റെ ഒഫ്താൽ ക്ലാസ് ഉണ്ട്. ഹായ്, ക്യൂട്ട് കൊച്ച. എടുത്തു നോക്കുന്ന എനിക്കൊന്നും വേണ്ട, നീ തന്നെ വെച്ചോ. ഉണ്ണിമൂത്രം പുണ്യമാണെന്നാണല്ലോ. പുണ്യം നല്ലോണം മുഖത്ത് ഉണങ്ങി വരുന്നുണ്ട്. ചേച്ചി, ഞങ്ങൾ ഇവിടുത്തെ MBBS സ്റ്റുഡൻസ് ആണ്. കുഞ്ഞിനെക്കുറിച്ച് കുറച്ച് കാര്യം ചോദിക്കാനായിട്ടായിരുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ് ചേച്ചി, കുഞ്ഞിന് എന്താ പറ്റിയേ? ഭയങ്കര കരച്ചിലാ മോളെ, നിർത്തുന്നില്ല. ഇറിറ്റബിൾ ബേബി. ഇനി വല്ല കൺജനൈറ്റൽ ഡിസീസ് ആയിരിക്കുമോ? നല്ല ചാൻസ് കാണുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, ഫാമിലി ഹിസ്റ്ററി ആൻഡ് കൺസാങ്ക്വിനിറ്റി ചോദിച്ചു. ചേച്ചിയുടെ കുടുംബകാര്യമൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? എൻ്റെ മോളെ, അതൊന്നും പറയാത്തതാ നല്ലത്. ഫാമിലി സെറ്റപ്പ് ഒന്നും ശരിയല്ലെന്നേ. ഇങ്ങേരാണെങ്കിൽ പണിക്കൊന്നും പോകത്തുമില്ല, എന്നാലൊട്ട് പ്രസവം നിർത്താനും സമ്മതിക്കും. അയ്യോ ചേച്ചി, അതല്ല, ഈ കുടുംബത്തിലെ അസുഖങ്ങളെക്കുറിച്ചായിരുന്നു.
അല്ലേ അത് പോട്ടെ. എടാ ഈ കൺസാങ്ക്വിനിറ്റി എങ്ങനെ ചോദിക്കുക? കൺസാങ്ക്വിനിറ്റിയോ എങ്ങനെ ചോദിക്കേണ്ടതോ? മാറിക്കങ്ങട് ചേട്ടൻ കാണിച്ചു തരാം. അതെ ചേച്ചിയുടെ ഭർത്താവ് കുടുംബത്തിൽ പിറന്നതാണോ? വൃത്തിയോട് പറയുന്നോടാ. ആ കേസ് എടുത്ത് കഴിഞ്ഞോ? ഇല്ല സാർ, ഒരു പല്ലെടുത്തു. എന്ത്? ഇല്ല സാർ, എക്സാമിനേഷൻ കൂടി ഉണ്ട്. ഇറ്റ്സ് ഓക്കെ, യു ഡു ദ എക്സാമിനേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് മീ. എലിസ് ദ നീ ജർക്ക്. എടാ പറ്റില്ല ലിഗമെന്റ് പറ്റില്ല. ഓ സാർ പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല സാറേ. ഓഹോ, നിനക്ക് പറ്റില്ല അല്ലേ? എന്താ നിനക്ക് പറ്റാത്ത? സന്ദീപ് സാറേ. The baby is very conscious, oriented and playful. സെമിനാറില്ലേ ആരാ പ്രസന്റ് ചെയ്യുന്നത്? ആ സാർ, ഞാനാ പ്രസൻറ്റ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് എവരി വൺ. സോ ടുഡേ ഐ വിൽ ബി പ്രസൻറ്റിംഗ് എ സെമിനാർ ഓൺ ദ ടോപ്പിക് ഫ്ലാപ്പിംഗ് ട്രമർ. എന്തോ നാടകം ഇതൊന്ന് സെമിനാർ മതി. ഇയാളൊന്ന് പറഞ്ഞേ. ഹൗ മെനി സെഗ്മെന്റ്സ് ഡസ് ദ ലിവർ ഹാവ്? 2. സാർ 3, 4. 5 absent 6. 7 absent, 8 absent, 9 absent, 10. എന്തുവാടോ, ഒരു വിവരം പോലും ഇല്ലല്ലോ. അതെങ്ങനെ സ്വിഗ്ഗിയൊക്കെ കഴിച്ച് മൊബൈല് നോക്കി രാത്രി മൊത്തം അങ്ങിരുന്നോളൂ. എന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് തന്നെ കേട്ടെന്ന ഒരൊറ്റ ഉറക്കവും. ഇടയ്ക്കൊക്കെ ഒന്ന് വായിക്കുക, ഒന്ന് ചിന്തിക്കുക, കുറച്ച് അറിവൊന്ന് വയ്ക്കുക. മതി, ക്ലാസ്സൊന്നും ഇല്ല. അടുത്ത കേസൊക്കെ ഒന്ന് കാണിച്ചേ. 12 മണി, കേസ് പ്രസന്റ് ചെയ്യാൻ പറ്റിയ സമയം. അപ്പൊ ഇന്നത്തെ ചോറും പോയി. ഇനി എന്നാണാവോ ഞാനൊരു കോഴിക്കാലി കാണുക. നിങ്ങൾ രണ്ടും വന്നേ. എക്സാമിൻ്റെ എക്സ്ട്രാ ഓക്കുലർ മൂവ്മെന്റ്സ്, ഒരാൾ സബ്ജക്റ്റ് ഒരാൾ പേഷ്യൻ്റ്. You look smart. Come meet me. ഇങ്ങോട്ട്. നീ ആരാ? നീ എവിടെന്നാ? ഞാൻ ആൻഡ്രൂ, വീട് കഞ്ഞിക്കുഴി. എടോ എന്നോടല്ലടോ, പേഷ്യന്റിനോട്. എടോ കുറച്ചുകൂടെ അടുത്തോട്ടിരിക്കടോ. എന്നതാ മടി കയറിയിരിക്കും. എടോ സിറ്റ് അറ്റ് 1 arm distance and fix the patient's head. ഓ ജീസസ്, കഞ്ഞിക്കുഴിയിലേക്ക് ഇങ്ങനെയാണോ നോക്കുന്നേ? മതി, ഇന്നത്തേക്ക് മതി. ഓ എന്തോ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടല്ലോ. വായിക്ക്. പുസ്തകമോ വായിക്കുന്നില്ല, ഇതെങ്കിലും വായിക്ക്. We cordially invite you all to the rescue mission of our beloved student സുഭാഷ്. എടാ, നമ്മുടെ സുഭാഷ് കൂടി വീണടാ. അവനെ രക്ഷിക്കാനുള്ള പ്രവർത്തനത്തിന് ഇൻവൈറ്റ് ആയത്. നോക്കട്ടെ. റിഫ്രഷ്മെന്റ്സ് വിൽ ബി പ്രൊവൈഡഡ്. അറ്റൻഡൻസ് വിൽ ബി ഗിവൺ അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രോഗ്രാം. അപ്പോൾ ഇന്ന് ഈവനിങ്ങിൽ അറ്റൻഡൻസ് സെറ്റായി. ഇനി നാളെ രാവിലെ ലീവ് കൂടി കിട്ടുമോ? അസംബന്ധം പറയരുത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ഇത്ര വിലയുള്ളോ? വാ പോയി നോക്കാം. റിഫ്രഷ്മെന്റ്സ് ഉണ്ടെന്നാ കേട്ടത്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കിട്ടിയ വാർത്ത, തൃശ്ശൂർ JMMC 3ാം വർഷം വിദ്യാർത്ഥി ക്യാമ്പസിൽ കൺസ്ട്രക്ഷൻ കുഴിയിൽ വീണിരിക്കുന്നു. നമ്മുടെ പ്രതിനിധി ഇപ്പോൾ അവിടെ ഉണ്ട്. രേഷ്മ, ഹലോ, കേൾക്കാമോ? ഇപ്പോൾ അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വിനോദ്, കേൾക്കുന്നുണ്ട്. ഞാനിപ്പോഴുള്ളത് അപകട സ്ഥലത്താണ്. ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത് രക്ഷാപ്രവർത്തനത്തിലുള്ള ശ്രമങ്ങൾ തുടങ്ങി എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനായി നമുക്ക് ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പണിക്കാരോട് ചോദിച്ചു നോക്കാം. സേട്ടാ, ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത്? അയ്യോ ചേച്ചി, ഞാൻ ഇവിടുത്തെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ്. മെസ്സി പോകുന്ന വഴിയായിരുന്നു. അയ്യോ സോറി മോനെ. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കോളേജിന്റെ മാനേജ്മെന്റ് ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയാം കേട്ടോ. ആ അതായാലും മതി, ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. നമ്മൾ ഇതിൽ നിന്ന് പോസിറ്റീവ് ആയിട്ട് വേണം കാണാൻ. അവൻ മരിച്ചിട്ടില്ല ഇതുവരെ. Now I invite our medical superintendent, Dr. Jibu, to the stage. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇവിടെ കൂടിയിരിക്കുന്നവരുടെ എല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പോൾ തന്നെ എനിക്ക് നമ്മുടെ ജൂബിലിൻ്റെതായൊരു ആ സ്പിരിറ്റ് അത് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ കുഴിയിൽ വീണ് കിടക്കുന്ന നമ്മുടെ സുഭാഷ് എന്ത് ധീരതയോടെയാണ് ഇത്രയും നാൾ ഇവിടെ സ്പെൻഡ് ചെയ്തത്. ജൂബിലിയുടെ ആപ്തവാക്യമായ സർവീസ് വിത്ത് ലവ് അത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടല്ലാതെ ഇതിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് കർത്തവ്യങ്ങളിലോട്ട് കടക്കാം. കർത്താവെ പൊക്കാൻ പറ്റുന്നില്ലല്ലോ, എന്തെങ്കിലും വഴി കാണിച്ചു തരണേ. Anything for my smart boy. എന്നാലും ആ കക്കൂസ് ആരായിരിക്കും കത്തിച്ചേ?